പഴം കൊണ്ട് ഇതുപോലൊന്നും നിങ്ങൾ ഇതുവരെ ചെയ്ത് കാണില്ല. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ആവിയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് ടൈറ്റ് ആവാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആക്കിയിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി ചെറിയ ചെറിയ ഓരോ ബോൾസ് ആക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ ഇതൊന്ന് കുക്കായിട്ട് വരും. കുക്കായിട്ട് വരുന്ന സമയത്ത് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ പച്ചവെള്ളം അപ്പോൾ എല്ലാം വേർപ്പെട്ട് നിൽക്കും. ഇനി ഇതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പാലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. റവ ഓവർ കുക്കാവേണ്ട കേട്ടോ, അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് വരും. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ പിടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം. ഇനി ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.